Hi dears, Assalamu alaikum, good morning, welcome back to Zain's Wonder World. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കണം. ഞാനും സേഫാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഭവത്തിലേക്ക് നമുക്ക് കടക്കാം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചേന ഫ്രൈ ആണ്. ഇങ്ങനെ ഒരു ചേന ഫ്രൈ ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. നല്ല ടേസ്റ്റിയായൊരു വിഭവമാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ചേന ഫ്രൈ റെഡിയാക്കി തുടങ്ങാം. ചേന പൊരിച്ച് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചേന എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ അരിഞ്ഞെടുക്കാം. അത് കട്ടി കുറച്ച് അരിയണമെന്നേ ഉള്ളൂ, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. അതിലേക്ക് 2 വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് മസാലകൾ. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇവയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ കുറച്ച് മുളക്, മഞ്ഞൾ, ഇത് തീർത്തും ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് തേങ്ങയുണ്ട് കേട്ടോ, അത് അവസാനം നമ്മൾ വെച്ചിട്ടില്ല, അവസാനം ഇതുപോലെ ഡെക്കറേഷന് വേണ്ടി മാത്രമുള്ളതാണ്. ഇതിലേക്ക് ഈ ഉള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചേന മിക്സ് ചെയ്യുമ്പോൾ ചൊറി വരും, അതുകൊണ്ട് കരുതണം. എനിക്കങ്ങനെ ഉണ്ടാവാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ കാണിക്കുന്നത്. അപ്പം ചൊറിച്ചിലുള്ളവർ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടിയും കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ അളവ് നിങ്ങളെടുക്കുന്ന ചേനക്കനുസരിച്ച് മാറ്റം വരുത്താട്ടോ. ഇനി നന്നായിട്ട് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അരിപ്പൊടിയും കോൺഫ്ലവറൊക്കെ ചേർക്കുമ്പോൾ വെള്ളമില്ലാത്ത പോലെ തോന്നും, പക്ഷേ വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം ചേനയിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ ശരിയായിക്കോളും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ല, വെള്ളമൊക്കെ അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്, പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എന്നിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചേന പൊരിച്ചെടുക്കാം. അതിന് മുമ്പ് അതിലേക്ക് ഡെക്കറേഷന് വേണ്ട കറിവേപ്പില, ചേന കുറേശ്ശെ വെച്ചെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വരുന്നവരെ ഇളക്കി കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കാം. നന്നായിട്ട് ഉള്ളിയും ചേനയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നവരെ നമുക്ക് പൊരിച്ച് ബാക്കിയെല്ലാം മുഴുവനും പൊരിച്ചെടുക്കണം. ഇതോടെ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ ഇതിലേക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ പാത്രം അടുപ്പത്ത് വെച്ചെടുത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതൊന്ന് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഓവർ ഗോൾഡൻ കളറൊന്നും ആവുമൊന്നും വേണ്ട, നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ ചേനയും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇത് ഞാൻ ഓവർ ക്രിസ്പി ആക്കി എടുത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ കുറച്ചുകൂടി ഒന്ന് ക്രിസ്പി ആവുന്നവരെ നിങ്ങൾക്ക് പൊരിച്ചെടുക്കാം. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് ടേസ്റ്റ് തോന്നാറുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച
തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും കൂടി ചേരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോഴല്ലേ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനൊരു ഇഷ്ടം തോന്നുള്ളൂ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്ത് കാണിക്കാം. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് നമുക്ക് ഒന്ന് മിക്സാക്കിയ ശേഷം എടുത്ത് മാറ്റാവുന്ന കേട്ടോ. ഇനി ഞാനത് സെർവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല അടിപൊളി ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. Drunk and tipsy in the shop, call and curry on the house, vibing with the nut pump, tripping on a kuttu paattu. In the shop, tripping in Puntupu, vibing with the thing, chilling with the jungle.